ഇന്ത്യയിൽ ഈ വ്യോമയാന രംഗത്ത് നമ്മുടെ കുതിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ ഒരു എയർ ഷോ സംഘടിപ്പിച്ചിരുന്നു. അവിടെ വെച്ച് ഈ ചീഫ് എയർ മാർഷൽ അദ്ദേഹം അമർപ്രീത് സിംഗ് അദ്ദേഹം തന്നെ പറയുന്നത് നമ്മുടെ വ്യോമ മേഖല അല്ലെങ്കിൽ നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിലൊക്കെ വലിയ കുറവുണ്ട്. ഇപ്പോൾ അമേരിക്ക F-35 തരാം, സോവിയറ്റ് യൂണിയൻ, റഷ്യ Su-57 തരാം എന്നൊക്കെ പറയുന്നു. അപ്പം നമ്മുടെ കയ്യിൽ നിലവിൽ ആവശ്യത്തിനുള്ള സാധനമില്ല. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തേജസ് ഉൾപ്പെടെയുള്ള മാർക്ക് 1ഉം മാർക്ക് 2ഉം ഒക്കെ നിർമ്മിക്കുമെന്ന് പറഞ്ഞു. മാർക്ക് 1ൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ല, മാർക്ക് 2ൻ്റെ എഞ്ചിൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല. ഇനിയും 3-4 വർഷം എടുക്കുമെന്ന് പറയുന്നു. അപ്പം മൊത്തത്തിൽ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണോ ഇന്ത്യയിൽ? ആണ്. പേടി എന്നുള്ള വാക്കല്ല, ആശങ്ക എന്ന് പറയാം. പേടി എന്ന് പറഞ്ഞാൽ ഒരു ഇമ്മിനൻറ്റ് ത്രെറ്റ് ഇപ്പോൾ നമുക്ക് ഇല്ല പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഭാഗത്തു നിന്ന്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ബട്ട് വി ആർ നോട്ട് അപ് ടു ദ മാർക്ക് എൻ്റെ ഒരു നോട്ടത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ F-35 Su-57 എന്നൊക്കെ പറയുന്നത്. ഈ മെഷീൻസ് ഒന്നും തന്നെ നമുക്ക് അങ്ങനെ ഒരു കാർ വാങ്ങി ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളല്ല. ഇതൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു സിസ്റ്റമാണ്. F-35 നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ F-35നെ നമ്മളുടെ മറ്റ് സംവിധാനങ്ങളുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. F-35ഉം നമ്മളുടെ S-400 മിസൈലും, S-400 റഷ്യൻ മിസൈലാണ്. F-35 പറന്നു വരുമ്പോൾ S-400 ഇതിനെ ശത്രുവായിട്ട് കണ്ട് തകർക്കുന്നു എന്ന് വയ്ക്കുക. എന്തു ചെയ്യും നിങ്ങൾ? അപ്പോൾ സോഫ്റ്റ്വെയറിൽ കമ്പാറ്റബിൾ ആയിരിക്കണം രണ്ടുപേരും. മിസൈലുകളുടെ സ്വഭാവം അജ്ഞാതമായ വസ്തു വരികയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല, തീർത്തുകളെ. ദാറ്റ് ഈസ് ദ ഡേഞ്ചർ. Su-57 ആണെന്ന് വയ്ക്കുക, S-400 തിരിച്ചറിയാം. റഷ്യൻ സോഫ്റ്റ്വെയറാണ് രണ്ടും. തിരിച്ചറിഞ്ഞിട്ട് ശരി Su-57 കടത്തില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഡേഞ്ചർ. എന്നാൽ Su-57 ഒരു 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ആണ് എന്ന് റഷ്യ അവകാശപ്പെടുന്നു, ബട്ട് വാസ്തവത്തിലല്ല. ചൈനയും പറയാറുണ്ട് ഞങ്ങൾക്ക് 5th ജനറേഷൻ എയർക്രാഫ്റ്റ് അവരുടെ J-20, അടുത്തത് 6th ജനറേഷൻ J-35 ഇറക്കുന്നു എന്നൊക്കെ. അവരും വല്ലാതെ കഥയ്ക്കുന്നുണ്ട് ഇതിൻ്റെ എൻജിൻ്റെ കാര്യത്തിൽ. ഈ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതാണ് ഈ 5th ജനറേഷൻ 6th ജനറേഷനൊക്കെ തീരുമാനിക്കുന്നത്. ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റിയാണ്. സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ റഡാറിൻ്റെ പിടിയിൽ പെടാതെ നിങ്ങൾക്കൊരു ഒബ്ജക്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യുക. F-35ൻ്റെ സ്വഭാവം അത് ഇപ്പോൾ സിനിജിയെ ആക്രമിക്കാൻ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ സിനിജിയുടെ റഡാറും മറ്റ് സിസ്റ്റവും ഒക്കെ F-35 വരുന്നു എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് സിനിജിയെ തീർത്തിട്ട് F-35 പോകും. ശബ്ദത്തേക്കാൾ വേഗത്തിൽ വരും. ശബ്ദത്തേക്കാൾ വേഗം കൊണ്ടല്ല, ഇതിൻ്റെ ഡിസൈൻ കൊണ്ടും റഡാറുകളെ ബ്ലോക്ക് ചെയ്യുക. അതായത് ഇൻകമ്മിങ് റഡാർ ട്രാൻസ്മിഷൻസ് ഉണ്ടല്ലോ, അത് ബ്ലോക്ക് ചെയ്യുകയോ ഡൈവേർട്ട് ചെയ്യുകയോ ചെയ്യും. അതേസമയം അതിൻ്റെ റഡാർ വെച്ചിട്ട് സിനുജിയെ അത് കംപ്ലീറ്റ് ഓരോ സെക്കൻഡും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കംപ്ലീറ്റ് റഡാർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെയും റഡാർ ബ്ലോക്കായി സിനുജിയുടെയും ബ്ലോക്കായി, കംപ്ലീറ്റ് അന്ധകാരം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ, സിനുജിയുടെ റഡാറിൽ നിന്നുള്ള വേവ്സ് തടയുക, അതേസമയം എൻ്റെ റഡാറിൽ നിന്നുള്ള പ്രസരണം അത് സിനുജിക്ക് തടയാൻ പറ്റാതെയും വരിക. അപ്പോഴാണ് സിനുജി അറിയാതെ ഞാൻ സിനുജിയെ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് 100% പോസിബിൾ അല്ല. ബട്ട് F-35 വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ തൊട്ടടുത്തെത്തി കാണും. പിന്നെ നിങ്ങൾക്ക് കൗണ്ടർ മെഷർ എടുക്കാൻ സമയമില്ല. ഇറ്റ് വിൽ ബ്ലാസ്റ്റ് യു ആൻഡ് ഗോ ബാക്ക് അത്ര വേഗത്തിൽ. Su-57 ഇത് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം ഈ റഡാറുകൾ പലപ്പോഴും എൻജിൻ പുറത്തേക്ക് തള്ളുന്ന എക്സോസ്റ്റ് ഉണ്ടല്ലോ, ആ എക്സോസ്റ്റിലെ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് പലപ്പോഴും റഡാറുകൾ ഇതിനെ സെൻസ് ചെയ്യുന്നത് ഒരു വിമാനം വരുന്നു എന്നുള്ളത്. അത് മാത്രമൊന്നുമല്ല, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ടെക്നോളജിയാണത്. അതിൻ്റെ ഒരു കഷ്ണം മാത്രമാണ് ഞാൻ പറയുന്നത്, എനിക്കറിയാവുന്നത്. ഇപ്പോൾ ഈ എൻജിൻ ടെമ്പറേച്ചർ, എക്സോസ്റ്റ് ടെമ്പറേച്ചർ ഈസ് വൺ ഫാക്ടർ. എക്സോസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന സ്ഥലം, അതെങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ എക്സോസ്റ്റ്, ഇതൊക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമാണ്. Su-57 ഈ കാര്യത്തിൽ പലപ്പോഴും ഒരു പരാജയമാണ്. Su-57ഉം ഇപ്പോൾ യൂറോ 2025 അവർ പറപ്പിച്ചിരുന്നു, കാര്യമൊക്കെ ശരി. Su-57 മറ്റ് രാജ്യങ്ങൾ ഓർഡർ കൊടുക്കാത്തത് എന്താണ്?
റഷ്യയോട് താല്പര്യമില്ലാത്ത രാജ്യങ്ങൾ അതുകൊണ്ടല്ല. SU-57 5th ജനറേഷൻ ഫ്ലൈറ്റ് അല്ല, അതുകൊണ്ടാണ്. റഷ്യയുമായിട്ട് വലിയ കൂട്ടാണ് നമ്മൾ. എന്താ നമ്മൾ SU-57 കൺസിഡർ ചെയ്യാത്തത്? SU-57 ഡെവലപ്പ് ചെയ്യാൻ നമ്മളും റഷ്യയും കൂടെയാണ് തുടങ്ങിയത്. അതറിയാമോ? അതറിയാം. നമ്മൾ രണ്ടുപേരും കൂടെ തുടങ്ങി 2020 നമ്മൾ പിന്മാറി, ഭാരതം പിന്മാറി, റഷ്യ അതുമായിട്ട് മുന്നോട്ട് പോയി. ഭാരതം ആകെ ഒരു വാക്ക് കൊടുത്തു, ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റിൽ കൂടെ ചേരാൻ പറ്റില്ല, വി ഹാവ് അവർ ഓൺ റിസർവേഷൻ. കൊള്ളില്ല എന്നൊന്നും പറഞ്ഞില്ല, അങ്ങനെ പറയരുതല്ലോ. ഏതായാലും നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വാങ്ങാൻ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാലുമാറിയതാണ്. അത് സാമ്പത്തിക പ്രതിസന്ധിയോ ടെക്നോളജിയിലോ വല്ല അറിവില്ലായ്മ കൊണ്ടൊക്കെ മാറിയതാണോ? ആ അറിവില്ലായ്മ കൊണ്ടല്ല, അറിവുള്ളത് കൊണ്ട് മാറിയതാണ്. കാരണം ഈ സാധനം ഫുള്ളി ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഇന്ത്യ റഷ്യ കോമൺ പ്രോഡക്റ്റാണ്. ബ്രഹ്മോസ് ആ പ്രോഡക്റ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് നമുക്കും കൂടെയാണ്. അതേസമയം നമ്മുടെ ഫോഴ്സ് ഡിപ്ലീറ്റ് ആയി പോകുന്നു. അതാണ് ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ് അമർപ്രീത് സിംഗിന് ദേഷ്യം വരാൻ കാര്യം. അദ്ദേഹം ഇത് പത്രക്കാരോട് പറഞ്ഞതല്ല കേട്ടോ, കൂടെ നിൽക്കുന്നവരോട് പറയുമ്പോൾ ഒരു യൂട്യൂബർ ഇത് മൊബൈലിൽ എടുത്തിട്ട് പുറത്തു വിട്ടതാണ്, അല്ലെങ്കിൽ ഈ സംസാരം ആരും കേൾക്കില്ല. ബട്ട് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. HAL എന്നുള്ള വെള്ളാന സർക്കാരിൻ്റെ കാശ് തിന്ന് തീർക്കുന്നതല്ലാതെ ഒരു ജോലിയും ചെയ്യുന്നില്ല. ഈ എയർ ചീഫ് മാർഷലിനും മറുപടി പറഞ്ഞു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ CMD സുനിൽ, ആ പേരുകൊണ്ട് അദ്ദേഹം മലയാളിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. സുനിൽ ഈസ് എ വെരി ഗുഡ് ഡിസൈൻ എഞ്ചിനീയർ, നത്തിങ് ബിയോണ്ട് ദാറ്റ്. ഒരു നല്ല ഡിസൈൻ എഞ്ചിനീയർ ഒരു നല്ല ഈ മാനേജർ ആവണമെന്നില്ല. ഇത്രയധികം ആൾക്കാരുള്ള, എനിക്ക് തോന്നുന്നു 36,000-ൽ കൂടുതൽ എംപ്ലോയീസും മറ്റും ഉണ്ട് HAL ബാംഗ്ലൂരിൽ. അപ്പോൾ ഇത്ര വലിയൊരു സന്നാഹത്തെ മാനേജ് ചെയ്യുക, ഇത്രയധികം കമ്പോണൻസ്, 10,26,000 കമ്പോണൻസൊക്കെ ആയിരിക്കും ഒരു വിമാനത്തിലേക്ക് പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഈ പല സബ് കോൺട്രാക്റ്റുകൾ, ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അസാമാന്യമായ സാമർഥ്യമാണ്. ഡിസൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വളരെ മിടുക്കനായിരിക്കാം. ബട്ട് ഈ സാധനം ഇല്ല, മാനേജ്മെൻറ്റ് കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞു. 1998 അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ പൊക്രാൻ 2 അണുവിസ്ഫോടനം നടത്തി. അതോടുകൂടി അമേരിക്ക ജനറൽ ഇലക്ട്രിക്കിൽ നിന്നുള്ള എൻജിൻ തരാൻ വിസമ്മതിച്ചു, സാങ്ഷൻസായി. ഇത് ആ വാക്ക് ഉപയോഗിക്കാം എന്ന് പച്ചക്കള്ളം എന്നാണ് പറയേണ്ടത്, പക്ഷെ ഞാൻ പറയുന്നില്ല. അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അവരും ജനറൽ ഇലക്ട്രിക്കും തമ്മിലുള്ള കരാറ് പുറത്തുവിടണം, പൊതുജനങ്ങളെ അറിയിക്കണം. അല്ല, അത് 98 നിങ്ങൾക്ക് എൻജിൻ സപ്ലൈ നിർത്തി, ഇപ്പോൾ 2025 27 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നു. നിങ്ങൾ ഈ 27 വർഷം എന്തെടുക്കുകയായിരുന്നു? ഒരാളൊരു എൻജിൻ തന്നില്ല എന്ന് പറഞ്ഞിട്ട് രാജ്യത്തിൻ്റെ പ്രതിരോധം തന്നെ പൂട്ടിക്കെട്ടിയിട്ട് നിങ്ങൾ ഇരിക്കുക, എൻജിൻ വരട്ടെ ചേട്ടാന്ന്. ഇവരുടെ കരാർ അനുസരിച്ച് ജനറൽ ഇലക്ട്രിക് ഇവർക്ക് എൻജിൻ കൊടുത്തിട്ടുണ്ട്. ആ കരാറ് തന്നെ ആദ്യത്തെ വർഷം ഒരു എൻജിൻ, രണ്ടാമത്തെ വർഷം 2 എൻജിൻ, പിന്നെ 2 വർഷത്തിനിടയിൽ 2 എൻജിൻ. ഇങ്ങനെയൊക്കെയാണ് കരാറനുസരിച്ച് ജനറൽ ഇലക്ട്രിക് ഇവർക്ക് എൻജിൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടില്ലെങ്കിൽ ജനറൽ ഇലക്ട്രിക് വിഷമിക്കും. കാരണം അവർ ഈ എൻജിൻ ഉണ്ടാക്കി വെച്ചിട്ട് അവരെന്ത് ചെയ്യും? അവർ പറയുന്ന ബൈഡൻ്റെ താല്പര്യപ്രകാരം അത് സൗത്ത് കൊറിയയ്ക്ക് കൊടുത്തു എന്നാണ്. ഇതേ മാനുഫാക്ചറിങ് സാധനം നിങ്ങൾക്ക് യു ഹാവ് ലിക്വിഡേറ്റഡ് ഡാമേജസ് ക്ലോസ്. ഒരു സപ്ലൈ താമസിച്ചു കഴിഞ്ഞാൽ അതിന് പെനാൽറ്റി അടയ്ക്കണം. നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ കോൺട്രാക്റ്റ് എല്ലാം ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയും. 10-ാം തീയതി സിനുജി എനിക്ക് തരാമെന്ന് പറഞ്ഞ സാധനം 20-ാം തീയതി ആയതെന്ന് വെച്ചോ, അതിൽ നിന്ന് എനിക്ക് നഷ്ടം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് 2%, 3% ലിക്വിഡേറ്റഡ് ഡാമേജസ് ഞാൻ ക്ലെയിം ചെയ്യും. ആ പൈസ മേടിച്ചെടുക്കും. അങ്ങനെ ഇന്ത്യ അടുത്തൊന്നും ക്ലെയിം ചെയ്തില്ലായിരുന്നോ? ഇന്ത്യക്ക് ക്ലെയിം ഇല്ല, അതുകൊണ്ട് ചെയ്തില്ല. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ കരാർ പുറത്തുവിട്. You will understand the foolishness which CMD of HAL has spoken. It is all nothing. AP Singh പറഞ്ഞാണ് അതിൻ്റെ സത്യം.
40 കൊല്ലമായിട്ട് 40 തേജസ് നിങ്ങൾ തന്നിട്ടില്ല. സിനിജി ഞാനും സിനിജിയോ ആണെങ്കിൽ അവൻ എഞ്ചിൻ തരില്ല. സിനിജി എന്നോട് പറയും സംഗതി മറ്റവൻ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ, പോകാൻ പറ അവനോട്, നമുക്ക് വേറെ എഞ്ചിൻ മേടിക്കാം. അല്ല, വേറെ എഞ്ചിൻ മേടിക്കണമെങ്കിൽ നമ്മളുടെ മൊത്തം ഡിസൈനിൽ മാറ്റം വരുത്താം. സോ വാട്ട്, വരുത്തിയിട്ട് വേറെ എഞ്ചിൻ വാങ്ങിച്ച് വയ്ക്കുക. ഫ്രാൻസിനോട് പറയാം, സാഫ്രാൻ എഞ്ചിൻ അവർ തരും. ഇറ്റ് ഈസ് ആസ് ഗുഡ് ആൻഡ് കേപ്പബിൾ ലൈക്ക് ജനറൽ ഇലക്ട്രിക് എഞ്ചിൻ. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്തുകൊണ്ടാണ് മോദി ഓടിപ്പാഞ്ഞ് 36 റഫേൽ ഓർഡർ ചെയ്തതെന്ന്? നേരെ പോയി മാക്രോണിനെ കണ്ട് ഗവൺമെൻറ് ടു ഗവൺമെൻറ് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് അർജൻറ്റായിട്ട് വേണം എന്ന് പറഞ്ഞ് 36 റഫേൽ. അതിന് സുപ്രീം കോടതിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ചേർന്ന് പലവിധ പാര വയ്ക്കാൻ നോക്കി. മോദിയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല. അവസാനം 36 വരുത്തിച്ചു. ഇപ്പോൾ 20 റഫാൽ എം എന്ന് പറയും അതിന്. അത് നേവിക്ക് വേണ്ടിയിട്ട്, ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട്. കാരണം ഈ HALൻ്റെ ഈ കളിയും കൊണ്ട് രാജ്യത്തിന് ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മോദി ഇങ്ങനെ 3 സബ്മറൈൻ ഫ്രാൻസിൽ നിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നു. സബ്മറൈൻ ഉണ്ടാക്കാൻ നമുക്ക് അറിഞ്ഞുകൂടായിട്ടല്ല, ബട്ട് ഇത് ഉണ്ടാക്കണ്ടേ. DRDO എന്ന് പറഞ്ഞ കുറേ മഹാന്മാർ, അത് ഇതിലൊക്കെ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറയുമ്പോൾ ഇവരെല്ലാം തലിപ്പുളികളാണ് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. വി ഹാവ് ഫൈൻ സെറ്റ് ഓഫ് എൻജിനീയേഴ്സ് ഇൻ ഇന്ത്യ. ഞാനൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതായതുകൊണ്ട് എനിക്കിത് നന്നായിട്ടറിയാം എവിടെയൊക്കെയാണ് ഈ ശല്യങ്ങളും കുത്തിത്തിരിപ്പും ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കാലപ്പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങൾ നമ്മളിനി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വാഡ്രണുകളുടെ എണ്ണവും കുറയില്ലേ? ദാരിദ്ര്യം. 42 സ്ക്വാഡ്രനാണ് നമ്മുടെ സാങ്ഷൻ സ്ട്രെങ്ത് നമുക്ക് വേണ്ടത്. 42 ഗുണം 16, ഒരു സ്ക്വാഡ്രൻ എന്ന് പറഞ്ഞാൽ 16ആണ്. പിന്നെ അതിൻ്റെ അനുസാരിയായിട്ട് ട്രെയിനർ ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് 4 പറയും വരും. അത് നമുക്ക് കൂട്ടണം, 16 വെച്ചു. നമ്മുടെ ഉള്ളതായിട്ട് പേപ്പറിൽ കാണിക്കുന്നത് 31. വാസ്തവത്തിലുള്ളത് 27 സ്ക്വാഡ്രനാണ്. യു സ്പീക്ക് ടു എനിബഡി, റിട്ടയർഡ് മിലിറ്ററി ഓഫീസർ ഓർ സർവിങ് മിലിറ്ററി ഓഫീസർ, രഹസ്യമായിട്ട് പറയും സിനിജി 27 സ്ക്വാഡ്രനേ ഉള്ളൂ. കാരണം പഴയ മിഗ്, മിറാഷ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കണ്ടം ചെയ്യേണ്ട കാലം കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് താഴെ വീഴുന്നു കണ്ടിട്ടില്ലേ? കാക്ക കല്ലെറുകൊണ്ട് താഴെ വീഴുന്ന പോലെ വീഴുന്നു. വാട്ട് എ നോൺസെൻസ്. യു കനോട്ട് അഫോർഡ് ടു കോംപ്രമൈസ് ഓൺ യുവർ സെക്യൂരിറ്റി. അതിന് വേണ്ടിയിട്ട് അന്യരാജ്യങ്ങളിൽ നിന്നോ ബെഗ്, ബോറോ ഓർ സ്റ്റീൽ, തെണ്ടിയോ കടം മേടിച്ചോ മോഷ്ടിച്ചോ നമ്മളെ രാജ്യത്തെ രക്ഷിച്ചേ പറ്റുള്ളൂ. അത് HAL അത് ചെയ്യുന്നില്ല. എത്ര വർഷമായി. HAL വാസ്തവത്തിലുണ്ടാക്കിയതാരാ? വാൽചന്ദ് ഹീരാചന്ദ് എന്ന് പറയുന്ന സേട്ടുവാണ്. ആ സേട്ടുവിനെ ഇത് തിരിച്ചേൽപ്പിച്ചേ വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ്. അവർ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ ആംക ഉണ്ടാക്കി തരും. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആംക. അത് 5th ജനറേഷനാണെന്ന് HAL ക്ലെയിം ചെയ്യുന്നു. ഓക്കെ, യു ഗിവ് ഇറ്റ് ടു വാൽചന്ദ് ഓർ ടാറ്റ ഓർ മഹീന്ദ്ര. അവർ നിങ്ങൾക്ക് വിമാനം ഉണ്ടാക്കിത്തരും. പ്രൈവറ്റ് പറ്റില്ല. എന്ത് പ്രൈവറ്റ്? നമ്മളൊക്കെ കള്ളന്മാരാണോ? സർക്കാർ ഉദ്യോഗസ്ഥനായാലും ഉടനെ സത്യസന്ധനും, ബാക്കിയുള്ളവരൊക്കെ കള്ളന്മാരുമാണ്. അമേരിക്കയുടെ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് മുഴുവനും ഉണ്ടാക്കുന്നത് പ്രൈവറ്റ് കമ്പനിയല്ലേ? ഈ F-35 ലോക്ഹീഡ് മാർട്ടിനല്ലേ ഉണ്ടാക്കുന്നത്? പ്രൈവറ്റ് കമ്പനിയാണ് അമേരിക്കയിൽ. അല്ലാതെ അമേരിക്കൻ സർക്കാരിൻ്റെ ഫാക്ടറി ഒന്നും അല്ലാതെ. ലോക്ഹീഡ് മാർട്ടിൻ പ്രൈവറ്റ് കമ്പനിയാണ്, ജനറൽ ഇലക്ട്രിക് പ്രൈവറ്റ് കമ്പനിയാണ്, ബോയിങ് പ്രൈവറ്റ് കമ്പനിയാണ്. വാട്ട് ആർ വി ടോക്കിംഗ് അബൌട്ട്? ചുമ്മാ നോൺസെൻസ്. വി ഹാവ് ഹൈലി കോംപ്രമൈസ്ഡ് ഓൺ ദ എയർ പവർ സൈഡ്. ചുരുക്കം പറയാൻ നമ്മുടെ വ്യോമ പ്രതിരോധ രംഗം കുറച്ച് ആശങ്കയിലാണെന്ന് തന്നെ പറഞ്ഞു നോക്കേണ്ടി. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.